ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു പക്കാവട ഉണ്ടാക്കാം. നമ്മുടെ നാട്ടിലെ ചായക്കടയിലൊക്കെ കിട്ടത്തില്ല, ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു പക്കാവട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ കപ്പിന് 2 കപ്പ് അരിപ്പൊടിയെ. അടുത്തതായിട്ട് നമുക്ക് പൊട്ടുക്കടല ചേർത്ത് കൊടുക്കാം. പൊട്ടുക്കടല ഞാൻ ഇതിനകത്ത് 1.5 കപ്പ് പൊട്ടുക്കടല എടുത്ത് മിക്സി ജാറിനിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. നമ്മൾ 2 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ 1.5 കപ്പ് പൊട്ടുക്കടല, നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കത്തില്ല, ആ ചമ്മന്തി അരയ്ക്കുന്ന പൊട്ടുക്കടല അത് നമ്മൾ പൊടിച്ച് വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ. തരിയൊന്നും ഇരിക്കാൻ പാടില്ല. നമുക്ക് ചേർക്കാം. ഇതിൻ്റെ ഈ ലാസ്റ്റ് വരുന്നൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ നന്നായിട്ടിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കുറച്ചിട്ട് കൊടുക്കാം, പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമേ. ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ചുമ്മാ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് നമുക്ക് എരിവിനാവശ്യമായ സാധനങ്ങൾ എടുക്കാം. ഇനി നമുക്കിതിനൊരു 5-6 വെളുത്തുള്ളി, ഇച്ചിരി വലിയ വെളുത്തുള്ളിയാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് തന്നെ നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടിയെ ഞാൻ നല്ല 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ഇത്രയും മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. 1-1.5. നമ്മൾ ഇതിനകത്ത് അയമോദകം ചേർക്കുന്നില്ല, ജീരകമാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, നമുക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടി. അടുത്തതായിട്ട് നമുക്ക് നന്നായിട്ട് ചൂടായ എണ്ണ, അതൊരു 2 സ്പൂൺ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണ അന്നേരം നമ്മൾ കൈയിട്ടൊന്നും ഇളക്കരുത്. ഒരു സ്പൂണോ തവിയോ വല്ലതും വെച്ചിട്ട് ഇളക്കാവുള്ള. കൈയിട്ട് ഇളക്കിയാൽ കൈ ചൂട് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. ഇതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുളകും പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മുളക് പൊടി ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണക്കമുളക് ഒരിച്ചിരി 10 മിനിറ്റത്തേക്ക് നമുക്ക് എരിവിനാവശ്യമായ മുളക് എടുത്തിട്ട് 10 മിനിറ്റത്തേക്ക് നമുക്ക് വെള്ളത്തിനകത്തിട്ട് കുതിർത്തിട്ട് അത് അരച്ച് കൊടുക്കാം. അതും അരച്ച് ചേർക്കാം. ഇനി നമുക്ക് കൈയിട്ടൊന്ന് ഇളക്കാം. നല്ലതായിട്ട് ഈ എണ്ണയൊക്കെ എല്ലായിടും ഒന്ന് പിടിക്കുന്ന മാതിരി കൈ വെച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ട് എണ്ണ എല്ലായിടും ആകണം. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ അരച്ച് വച്ചിരിക്കുന്ന മുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് അരിപ്പയ്ക്കകത്തോട്ടിട്ട് അരിച്ചു കൊടുക്കണം. അരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് ഇറങ്ങത്തുള്ളൂ കേട്ടോ. നമ്മളിതിൻ്റെ ഈ പെസഡൊന്നും ഇരിക്കാൻ പാടില്ല. വെളുത്തുള്ളിയുടെ ഇതൊന്നും ഇരുന്ന് നമ്മുടെ ആ ചില്ലിനകത്തും കൂടെ വരുത്തില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ഇച്ചിരി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഏതായാലും ഇത് മാവ് കുഴയ്ക്കാനുള്ള വെള്ളം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ അരിച്ചെടുക്കാം. ഇതിനകത്തോട്ട് തന്നെ അങ്ങ് അരിച്ചെടുക്കാം. മിക്സി ജാറ് കഴുകി ശകലം വെള്ളം കൂടെ ഒഴിച്ച് ഇതിനകത്തോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റും എല്ലാം ഇറങ്ങും, വെളുത്തുള്ളിയുടെ ജീരകത്തിൻ്റെ എല്ലാം. ഇനി നമുക്കെല്ലാം ഇങ്ങനെ ഇളക്കി ഒഴിച്ചു കൊടുക്കാം.
അതിൻ്റെ ആപ്പേസഡും ജീരകവും എല്ലാം ഉണ്ടെങ്കിൽ തരി ഉണ്ടെങ്കിൽ നമുക്ക് പക്കാവട നമ്മൾ പിഴിയുമ്പോഴേ അതങ്ങ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരച്ചൊഴിക്കണമെന്ന് പറയുന്നത്. ഇങ്ങനെ നല്ലതായിട്ട് അരിച്ച് എടുക്കണം. അപ്പം അതിൻ്റെ ഇതെല്ലാം ഗുണങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ഇതിനകത്തുണ്ട്. ഇനി നമുക്കിത് കൈവച്ച് തന്നെ കുഴച്ചെടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിന് എള്ള് ചേർക്കുന്നവരുണ്ട്. വേണമെങ്കിൽ ഇച്ചിരി എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനങ്ങ് മറന്നുപോയി. ഞാൻ ഒരു ശകലം എള്ള് ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാം. എള്ള് ആദ്യമേ ചേർക്കണമായിരുന്നു, മറന്നുപോയതായിരുന്നു. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. നമുക്ക് ചപ്പാത്തി മാവിൻ്റെ ആ കൺസിസ്റ്റൻസി മതി. അങ്ങനെ നമ്മുടെ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒത്തിരി അങ്ങ് ടൈറ്റും ആകല്, ഒത്തിരി അങ്ങ് ലൂസും ആകല്, ആ രീതി വേണം. നമുക്കിനി ഇത് എങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനിച്ചട്ടി വെച്ച് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകട്ടെ. ഞാനിപ്പം മുറുക്ക് പിഴിയാൻ്റെ പക്കാവട പിഴിയാനായിട്ട് ഞാൻ ഈ ആണ് എടുത്തേക്കുന്നത്. നമുക്കിതിനകത്തോട്ട് ശകലം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ അതെല്ലാം ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കും. കണ്ടോ ഈ ചില്ല് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് കുറേശ്ശെയായിട്ടെടുത്ത് സേവനാഴിക്കകത്തോട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉണ്ട വലിപ്പമൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചെറിയ സേവനാഴി എങ്ങനെയാ അതിൻ്റെ അനുസരിച്ച്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് സേവനാഴി എന്നാണ് പറയുന്നത്. നമുക്കിപ്പം ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് വെച്ചിങ്ങനെ പ്രസ് ചെയ്ത് താഴോട്ട് ഇറക്കണമായിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ്. എല്ലാവരുടെയും വീടുകളിൽ കാണുമായിരിക്കും. നമുക്കിതിന് ചൂടായ എണ്ണയ്ക്കകത്തോട്ട് ചുറ്റിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായോ നോക്കാനാ നമ്മളൊരു ചെറിയ ഒരു ഉരുണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ചൂടായി പോകും. നമ്മുടെ എണ്ണ ചൂടായോ നോക്കാം. നമുക്കൊരു പീസ് അങ്ങനെ ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ പക്കാവട പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ നമുക്കിങ്ങനെ പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇതൊരു സൈഡ് ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പക്കാവട ഒരു സൈഡ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് നല്ല മൂത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പക്കാവട എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്ത് കോരിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇടണം. ഇത് ലാസ്റ്റിൻ്റെ ആയിരുന്നു. ഇത്തിരി എണ്ണയൊന്നും കുടിക്കത്തില്ല. ഇതിനകത്തൊരു കറിവേപ്പില
കറിവേപ്പില കഴുകിയിട്ടതായിരുന്നു. ഒരു ശകലം വെള്ളമയം ഉണ്ടായിരുന്നു, അതാ. അങ്ങനെ നമ്മുടെ പക്കാവട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പക്കാവട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. ഈസിയായി. ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിൽ നല്ലതല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. കടയിലൊക്കെ എത്ര ദിവസമായ എണ്ണയാണോ എന്തോ ആർക്കറിയാം. അങ്ങനെ നമ്മുടെ പക്കാവട റെഡി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.